നമസ്കാരം പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ലോക്ക്ഡൗണിന് ശേഷം നടക്കാനിരിക്കുന്ന SSLC മാത്സ് പരീക്ഷയുടെ റിവിഷൻ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് 40 ദിവസമായി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ പരീക്ഷ ലോക്ക്ഡൗണിന് ശേഷം ഉടനെ കാണുമെന്ന് വാർത്തകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ കുറേശ്ശെയായിട്ട് നമ്മുടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് ആരംഭിക്കുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 4ാമത്തെ അധ്യായമായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാംഗത സമവാക്യം എന്നുള്ള ചാപ്റ്ററിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് രണ്ടാംഗത സമവാക്യം എന്നറിയാം. രണ്ടാംഗത സമവാക്യങ്ങളെ സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നറിയാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 മെത്തേഡാണ് ഉപയോഗിച്ചത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിത് എല്ലാം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നുകൂടി പരിചയപ്പെടാം. അതിനുശേഷം മുൻ വർഷങ്ങളിലെ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. 6 മുതൽ 8 വരെ മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാംഗത സമവാക്യങ്ങൾ. നമുക്കറിയാം എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c = 0 എന്ന ഫോമിൽ എഴുതാൻ കഴിയുന്ന സമവാക്യങ്ങളെയാണ് എന്ത് പറയുന്നത്, രണ്ടാംഗത സമവാക്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇക്വേഷനിലുള്ള ഈ സമവാക്യത്തിലുള്ള വേരിയബിളായ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ ആരായിരിക്കണം, ഏറ്റവും വലിയ കൃതി ആരായിരിക്കണം, 2 ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, രണ്ടാംഗത സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 2x² പ്ലസ് 3x പ്ലസ് 5 = 0. അതേപോലെ x² പ്ലസ് 4x പ്ലസ് 8 = 0. ഇനിയുമുണ്ട് x² പ്ലസ് 9x മൈനസ് 7 = 0. ഇനിയുമുണ്ട് x² മൈനസ് 4x പ്ലസ് 5 = 0. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാംഗത സമവാക്യങ്ങൾ ഇനിയും എഴുതിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ അത് ഏത് ഫോം, ax² പ്ലസ് bx പ്ലസ് c = 0 എന്ന ഫോമിലാണെങ്കിൽ അതിൻ്റെ പേരാണെന്ത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാംഗത സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്, a എന്ന് പറഞ്ഞാൽ അത് x² കോഎഫിഷ്യൻ്റ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗുണകം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ x² നമ്മൾ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു അതാണ് a എന്ന് പറയുന്നത്, അല്ലെങ്കിൽ x² കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ x² കോഎഫിഷ്യൻ്റ് ആരാണ്, ഇവിടെ x² കോഎഫിഷ്യൻ്റ് 2 ആണ്. ഇവിടെ x² കോഎഫിഷ്യൻ്റ് ആരാണ്, ഇവിടെ x² കോഎഫിഷ്യൻ്റ് അദൃശ്യനായ 1 ആണ്. ഇവിടെ ആളില്ലല്ലോ, ഇവിടെ x² എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, ഒരു x². അപ്പം ഇവിടെ അദൃശ്യനായിട്ട് ആരുണ്ട്, 1 ഉണ്ട്. ശരിയല്ലേ? ഇവിടെയും x² കോഎഫിഷ്യൻ്റ് എന്താണ്, 1 ആണ്. ഇവിടെയും എന്താണ്, 1 ആണ്. അപ്പോൾ x² എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ 1 ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ x² കോഎഫിഷ്യൻ്റ് ആരായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ x² കോഎഫിഷ്യൻ്റ് ആണ് ആര്, a എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണെന്ത്, b എന്ന് പറയുന്നത്. നമ്മൾ എക്സിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നോ ആ സംഖ്യയാണെന്ത്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ b എന്ന് പറയുന്നത്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 4 ആണ്. കാരണം 4x അല്ലേ, അപ്പോൾ 4 ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, 9 ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണെന്ന് നമ്മൾ എന്ത് പറയും, അത് -4 ആണെന്ന് പറയും. ചിഹ്നം കൂടെ എടുത്തോളുക. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, -4 ആണ്. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ്, സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ അല്ലെങ്കിൽ ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇവിടെ സി ആരാണ്, 5 ആണ്. ഇവിടെ സി ആരാണ്, 8 ആണ്. ഇവിടെ സി ആരാണ്, -7 ആണ്. ഇവിടെ സി ആരാണ്, 5 ആണ്. അപ്പോൾ ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഏതാണ്, ax² പ്ലസ് bx പ്ലസ് c = 0. ഓക്കെ, ഇനി ഇവിടെ എയും ബിയും സിയും എന്ന് പറയുന്നത് ഇതുപോലെ 2ഉം 3ഉം 5ഉം അല്ലെങ്കിൽ 1ഉം 4ഉം 8ഉം അല്ലെങ്കിൽ 1ഉം 9ഉം -7ഉം അല്ലെങ്കിൽ 1ഉം -4ഉം 5ഉം പോലെ നമുക്കറിയാവുന്ന നമ്പറുകളായിരിക്കും. അപ്പം എയും ബിയും സിയും എന്തായിരിക്കും, നോൺ നമ്പേഴ്സ് ആയിരിക്കും, അറിയാവുന്ന നമ്പറുകൾ ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അൺനോൺ നമ്പർ.
അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് അറിയാത്തതിന് നമ്മൾ സാധാരണ എക്സ് അല്ലെങ്കിൽ വൈ അതുപോലുള്ള വേരിയബിൾ, ഇംഗ്ലീഷ് സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടല്ലേ സൂചിപ്പിക്കുന്നത്, വേരിയബിൾസ് കൊണ്ടല്ലേ സൂചിപ്പിക്കുന്നത്, ചരം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ എക്സിന് എന്ത് കൊടുത്തു, അൺനോൺ വേരിയബിളിന് എന്ത് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. വേറൊരു സെക്കൻഡ് ഇക്വേഷൻ എന്ത് വരാം, എ വൈ സ്ക്വയർ പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അത് വൈ എന്ന വേരിയബിളിലുള്ള സെക്കൻഡ് ഇക്വേഷനാണ്. അവിടെ അൺനോൺ നമ്പർ ആരാണ്, വൈ ആണ്. ഇവിടെ അൺനോൺ നമ്പർ ആരാണ്, എക്സ് ആണ്. അപ്പം എയും ബിയും സിയും എന്താണ്, നോൺ നമ്പേഴ്സും എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺനോൺ നമ്പേഴ്സുമാണ്, അൺനോൺ നമ്പറുമാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അൺനോൺ നമ്പറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഒന്ന് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡും രണ്ട് ഇക്വേഷൻ വെച്ചുള്ളതും. ഏത് ഇക്വേഷൻ, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ഇക്വേഷനും. ശരിയല്ലേ? ഈ രണ്ട് മെത്തേഡ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ രണ്ട് മെത്തേഡ് ചെയ്താലും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ശരിയല്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള അൺനോൺ വേരിയബിളിൻ്റെ വാല്യൂ ആണ്. മീൻസ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ആ സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു വാല്യൂ കൊടുത്താൽ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താവണം, തുല്യമായി വരണം. അതെന്താണ് എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിലേക്ക് കടക്കാം. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് നമുക്കൊന്ന് ഓടിച്ച് പറയാം. നിങ്ങൾ ഭംഗിയായിട്ട് അറിയാവുന്ന ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഞാനൊന്ന് ഓടിച്ച് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഒരു എക്സാമ്പിൾ വെച്ച് ആദ്യം ഞാനിതിനെ ചെയ്യാൻ പോവുകയാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8 ഈക്വൽ ടു 0 എന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ഇതിനെ എനിക്ക് സോൾവ് ചെയ്യണം. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യത്തിന് എനിക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും? ഞാൻ സോൾവ് ചെയ്യുന്ന ഏത് മെത്തേഡ് വെച്ചാണ്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ വർഗ്ഗത്തികവ് വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു മൈനസ് 8 അപ്പുറത്തും എന്താവും, 8 ആവും. ശരിയല്ലേ? മൈനസ് 8 അപ്പുറത്തും എന്താവും, പ്ലസ് 8 ആവും. ശരിയല്ലേ? ഇനി ഞാൻ ചെയ്യുന്നത് എക്സിൻ്റെ കോഎഫിഷ്യന്റ് ഇവിടെ 2 ആണല്ലോ. എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യും, രണ്ട് സൈഡിലും കൂട്ടും. എന്തു ചെയ്തേ, വർഗ്ഗത്തികവ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്യാനായിട്ട് എക്സിൻ്റെ കോഎഫിഷ്യന്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കൂട്ടും. അപ്പോൾ ഇവിടെ ആരാണ്, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എന്ത് വരും, എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്, 2ൻ്റെ പാതി എന്താണ്, 1 ആണ്. ആ 1ൻ്റെ സ്ക്വയർ എന്ത് ഇവിടെയും കൂട്ടി അപ്പുറത്തും കൂട്ടുന്നു. ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യന്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ഇവിടെയും കൂട്ടി ഇവിടെയും കൂട്ടി. എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്, 2ൻ്റെ പകുതി 1 ആണ്, 1ൻ്റെ സ്ക്വയർ ഇവിടെയും കൂട്ടി ഇവിടെയും കൂട്ടി. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 8 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. നമ്മൾ വർഗ്ഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുമ്പോൾ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതിയും അതിൻ്റെ സ്ക്വയറും ഒക്കെ എഴുതുമ്പോൾ ശരിയായിട്ടാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതാമെന്നറിയോ, ഈ എക്സ് സ്ക്വയറിലെ എക്സ് എടുത്ത് താഴേക്ക് എഴുതുക. എക്സ് സ്ക്വയറിലെ എക്സ് എടുത്ത് താഴേക്ക് എഴുതുക. 1 സ്ക്വയറിലെ 1 ഉണ്ടല്ലോ, ആ 1 എടുത്ത് താഴേക്ക് എഴുതുക. എക്സ് സ്ക്വയറിലെ എക്സ് താഴേക്ക് എഴുതി, 1 സ്ക്വയറിലെ 1 താഴേക്ക് എഴുതി. ഓക്കെ, ഇവിടെ 2 സ്ക്വയർ ആയിരുന്നെങ്കിലോ 2 താഴേക്ക് എഴുതിയാനെ, 4 സ്ക്വയർ ആയിരുന്നെങ്കിലോ 4 താഴേക്ക് എഴുതിയാനെ, 5 സ്ക്വയർ ആയിരുന്നെങ്കിലോ 5 ഇവിടേക്ക് എഴുതിയാനെ. അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഏതിൻ്റെ സ്ക്വയർ വരുന്നോ ആ സംഖ്യ എടുത്ത് താഴേക്ക് എഴുതുക. ഓക്കെ, ഇനി ഇവിടുത്തെ ചിഹ്നം നോക്കുക, ഈ ചിഹ്നം നോക്കുക. ഇത് പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇടുക. ഓക്കെ, ഇവിടെ പ്ലസ് ആണല്ലോ, അതുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ടു. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിലോ ഇവിടെ എന്ത് വന്നേനെ, മൈനസ് വന്നേനെ. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ദ ഹോൾ സ്ക്വയർ എന്നിടുക. ഈക്വൽ ടു അപ്പുറത്ത് എന്ത് വരും, 8ഉം 1ൻ്റെ സ്ക്വയർ 1, 8 1 9, 9 എന്ന് വരും. ശരിയല്ലേ? 1ൻ്റെ സ്ക്വയർ 1, 8 1 9 എന്ന് വരും. അപ്പോൾ ഇതെന്തായി മാറി, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 എന്നായി മാറി. ശരിയല്ലേ? നമ്മൾ ഈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ സംഭവം തന്നെ കിട്ടും. നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ ഇത് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ കോഎഫിഷ്യന്റ് നോക്കുക, അതിൻ്റെ പകുതി നോക്കുക, അതിൻ്റെ സ്ക്വയർ എടുത്ത് രണ്ട് സൈഡിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ് സ്ക്വയറിലെ എക്സ് എടുത്ത് താഴേക്ക് എഴുതുക, 1 സ്ക്വയറിലെ 1 എടുത്ത് താഴേക്ക് എഴുതുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ
ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് √9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x+1 +or -3 എന്ന് കിട്ടും. x+1 നമുക്ക് എന്ത് കിട്ടി? +or -3. കാരണം √9 എന്ന് പറയുന്നത് എന്താണ്? +3 -3 വരാം. അതുകൊണ്ട് +or -3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് x+1 എന്ന് പറയുന്നത് ഒന്നുകിൽ 3 ആവാം, അല്ലെങ്കിൽ x+1 എന്നുള്ളത് എന്താവാം? -3 ആവാം. ശരിയല്ലേ? x+1 എന്നുള്ളത് ഒന്നുകിൽ +3 ആവാം, അല്ലെങ്കിൽ എന്താവാം? -3 ആവാം. ഇനി x എന്ത് കിട്ടും നമുക്ക്? 1 അപ്പുറത്തോ -1 അല്ലേ? ഇപ്പോൾ 3 - 1 എന്ന് വരത്തില്ലേ? അതെന്താണ്? 2 ആണ്. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കിയേ, x =-3 ഉണ്ട്, 1 അപ്പുറത്തോ -1 ആണ്, -3 -1 എന്താണ്? -4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന് 2 സൊല്യൂഷൻ കിട്ടി. ഏതൊക്കെയാണ്? x = 2ഉം x = -4ഉം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്കാം. 2 എടുത്തോടെ കൊടുത്ത് നോക്കിയേ. 2 എടുത്ത് കൊടുക്കുമ്പോൾ 2² എത്രയാണ്? 4. 2 × 2 എത്രയാണ്? 4. 4 + 4 എത്രയായി? 8. 8 - 8 എന്താണ്? 0. എന്ത് സംഭവിച്ചു? നമുക്ക് 0 കിട്ടിയില്ലേ? ഈ സംഭവം 0 ആയി പോയി. ഇവിടെ ഓൾറെഡി എന്താണ്? 0 ആണ്. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? നമ്മുടെ ഈ എക്സിൻ്റെ വാല്യൂ 2 കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് 0 കിട്ടി. അങ്ങനെ കിട്ടിയാൽ എക്സിൻ്റെ വാല്യൂ എന്താവാം? 2 ആവാം. ഇനി -4 കൊടുത്ത് നോക്കിയേ. -4ൻ്റെ സ്ക്വയർ എന്താണ്? 16. 2 × -4 എന്താണ്? -8. 16 - 8 എന്താണ്? 8. 8 - 8 എന്താണ്? 0. വീണ്ടും എന്ത് ചെയ്തു? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് x = 2 ആവുമ്പോഴും x = -4 ആവുമ്പോഴും മാത്രമേ എന്താവത്തുള്ളൂ? 0 ആയി ഈ ഇക്വേഷൻ്റെ വാല്യൂ 0 ആയി മാറത്തുള്ളൂ. വിച്ച് മീൻസ് ഈ 2 വാല്യൂസിന് മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് ഈ ഇക്വേഷൻ സൊല്യൂഷൻ ഏത് 2 മാത്രമാണ്? x = 2ഉം x = -4 മാത്രമാണ്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 83-ൽ ചോദ്യമുണ്ട്. ഒരു റെക്റ്റാങ്കിളിൻ്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 മീറ്റർ നീളം കൂടുതലാണ്. റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 224 ചതുരശ്ര മീറ്റർ ആണ് എങ്കിൽ അതിൻ്റെ വശങ്ങൾ കാണുക അല്ലെങ്കിൽ സൈഡ് കാണുക എന്നുള്ള ചോദ്യം. പറഞ്ഞേക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിൻ്റെ വലിയ വശം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇതായിരിക്കുമല്ലോ. ചെറിയ വശം എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 മീറ്റർ നീളം കൂടുതലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചെറിയ വശം നമുക്ക് എന്തെടുക്കാം? എക്സ് എന്നെടുക്കാം. ശരിയല്ലേ? അപ്പോൾ ചെറിയ വശം നീളം സമയം എക്സ്. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് സ്മോൾ സൈഡ് = x മീറ്റർ എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ വലിയ സൈഡ് എന്തായിരിക്കും? x+20 ആയിരിക്കില്ലേ? കാരണം ചെറിയ വശത്തേക്കാൾ 20 മീറ്റർ കൂടുതലാണ് വലിയ വശത്തിന്. അപ്പം ഇത് x ആണെങ്കിൽ ഇതെന്തായിരിക്കും? x+20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 224 ആണെന്ന് ചോദ്യത്തിലുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 224 മീറ്റർ സ്ക്വയർ എന്ന് ചോദ്യത്തിലുണ്ട്. ചതുരശ്ര മീറ്റർ എന്ന് ചോദ്യത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? നീളം ഗുണം വീതി അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് =224. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? x+20 ആണ്. x+20 ആണ് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? x ആണ്. ഈക്വൽ ടു എത്രയാണ്? 224 ആണ്. ശരിയല്ലേ? നമ്മൾ എക്സ് കൊണ്ട് അകത്തേക്ക് ഗുണിക്കും. അങ്ങനെ ഗുണിക്കുമ്പോൾ x × x എന്ത് കിട്ടും? നമുക്ക് x² എന്ന് കിട്ടും. പ്ലസ് 20 × x എന്താണ്? 20x ആണ്. ശരിയല്ലേ? ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 224 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? ഏത് മെത്തേഡ് ഉപയോഗിക്കാം? കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരെ ഇവിടെ? 20 ആണ്. 20ൻ്റെ പാതി എത്രയാണ്? 10 ആണ്. 10ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുക? ഇവിടെയും കൂട്ടുക, അപ്പുറത്തും കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² + 20x + 10ൻ്റെ സ്ക്വയർ. ഈ 10 എവിടെ നിന്ന് വന്നേ? 20ൻ്റെ പാതി 10. അതിൻ്റെ സ്ക്വയർ ഇവിടെയും കൂട്ടി അപ്പുറത്തും കൂട്ടും. 224 + 10ൻ്റെ സ്ക്വയർ എന്നെഴുതും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യുക? x² x താഴേക്ക് എഴുതുക, 10ൻ്റെ സ്ക്വയറിൽ 10 താഴേക്ക് എഴുതുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? പ്ലസ് ഇടുക. മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ഇടുക. പ്ലസ് ആണ് ഇവിടെ എന്ത് ഇട്ടു? പ്ലസ് ഇട്ടു. ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 224 പ്ലസ് 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. ശരിയല്ലേ? 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? x + 10ൻ്റെ സ്ക്വയർ ഈക്വൽ ടു, മറ്റേത് കൂട്ടുമ്പോൾ എത്ര കിട്ടും?
224 പ്ലസ് 100 എത്ര 324 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? സ്ക്വയർ അപ്പുറത്തും എന്താവും? റൂട്ട് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 10 ഈക്വൽ ടു റൂട്ട് 324 എന്ന് കിട്ടും. അതായത് എക്സ് പ്ലസ് 10 ഈക്വൽ ടു റൂട്ട് 324 എത്രയാണ്? 18 പ്ലസ് ഓർ മൈനസ് 18 പ്ലസ് ഓർ മൈനസ് 18 ആണ്. ശരിയല്ലേ? നമ്മൾ നേരത്തെ എഴുതിയ പോലെ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് 10 ഈക്വൽ ടു 18 എന്ന് എഴുതും. ശരിയല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 18 10 അപ്പുറത്താവും മൈനസ് 10 18 മൈനസ് 10 8 എന്ന് കിട്ടും. എക്സ് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇനി നമ്മൾ വീണ്ടും എക്സ് പ്ലസ് 10 സമം എന്തെഴുതും? മൈനസ് 18 എന്നെഴുതും. അപ്പോൾ എക്സ് നമുക്ക് എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു മൈനസ് 18 മൈനസ് 10. ആൻസർ എത്ര? മൈനസ് 28. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻ നമുക്ക് എക്സിന് കിട്ടും. പക്ഷേ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആണല്ലോ, അല്ലെങ്കിൽ ചെറിയ വശത്ത് നീളമാണല്ലോ. അപ്പം നീളം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്താവത്തില്ല? നെഗറ്റീവ് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ആൻസർ എന്ത് ചെയ്യത്തില്ല? ഈ ആൻസർ കൺസിഡർ ചെയ്യത്തില്ല. ദെർഫോർ നമ്മുടെ ചെറിയ വശത്തിൻ്റെ നീളം ലെങ്ത് ഓഫ് സ്മോളർ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 മീറ്റർ ആണ്. ദെർഫോർ ലെങ്ത് ഓഫ് സ്മോളർ സൈഡ് ഈക്വൽ ടു 8 മീറ്റർ. ദെർഫോർ ലെങ്ത് ഓഫ് ലാർജർ സൈഡ് എത്ര വരും? നമുക്ക് എത്ര വരും? 8 ഉം 20 28 മീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ ചെറുതിൻ്റെ നീളം 8 വലിയ സൈഡിൻ്റെ നീളം 28 മീറ്റർ എന്നും കിട്ടും. നമ്മൾ കംപ്ലീറ്റും സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ, സെക്കൻഡറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും 1 ആണോ എന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്ത രണ്ട് കണക്കിലും എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു? 1 ആയിരുന്നു. ഇവിടെ 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0 എന്നൊരു ചോദ്യം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 2 ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ക്വസ്റ്റിനെ നേരിട്ട് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്യാൻ നോക്കിയാൽ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താക്കി ചെയ്യുക? 1 ആക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട്, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 2 അല്ലേ, അപ്പോൾ ഈ 2 1 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് എല്ലാ ടൈമിലും ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ എന്ന് കിട്ടും ആദ്യത്തെ ടൈമിൽ. അടുത്ത് എന്ത് കിട്ടും? 3x/2 എന്ന് കിട്ടും. ശരിയല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് വരും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3x/2 എന്ന് വരും. അടുത്ത് എന്ത് വരും? 1/2 എന്ന് വരും. ഈക്വൽ ടു 0/2 എന്താണ്? 0 ആണ്. ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കാൻ 2 കൊണ്ട് എല്ലാ ടൈമിനെയും ഡിവൈഡ് ചെയ്തു. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം. അപ്പം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആവാത്ത കേസുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വേറൊരു 1 അല്ലാത്ത വേറെ ഏതൊരു നമ്പർ വന്നാലും നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. അപ്പം ആ ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. ശരിയല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത്. അപ്പം ഈ ഇക്വേഷനിലെ എയും ബിയും സിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഇയർ ഇക്വേഷനിലുള്ള എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ എന്ന് പറയുന്നത്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ബി എന്ന് പറയുന്നത്, കോൺസ്റ്റൻ്റ് ആണ് സി എന്ന് പറയുന്നത്. ആ 3 നമ്പർ എടുത്ത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ സൊല്യൂഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണല്ലോ. ദാറ്റ് ഈസ് എ ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. ശരിയല്ലേ? ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 3 ആണ്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു എന്താണ്? 3 ആണ്. സിയുടെ വാല്യൂ ഇവിടെ എന്താണ്? 1 ആണ്. ശരിയല്ലേ? നമ്മൾ ആ എ ബി സി വാല്യൂസ് ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു -b എന്ന് പറഞ്ഞാൽ -3. ശരിയല്ലേ? ബിക്ക് ഞാൻ എന്ത് കൊടുത്തു? 3 കൊടുത്തു. -3 എന്ന് വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് വരും? 3 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 9 എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ ബി സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് വരും? ബി എന്ന് പറഞ്ഞാൽ 3 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 3 സ്ക്വയർ എന്ത് വരും? 9 എന്ന് വരും. മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി, ദാറ്റ് ഈസ് 4 ഇൻറ്റു എക്ക് വരും 2 കൊടുക്കും, സിക്ക് വരും 1 കൊടുക്കും. അപ്പം 4 ഇൻറ്റു 2 ഇൻറ്റു 1, 4 ഇൻറ്റു 2 എത്രയാണ്? 8. 8 ഇൻറ്റു 1 എത്രയാണ്? 8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 അല്ലേ? 2 ഇൻറ്റു 2 എന്ന് വരും. കാരണം എയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 - 8 എത്രയാണ്? 1 ആണ്. ഡിവൈഡ് ബൈ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ശരിയല്ലേ? അതായത് -3 പ്ലസ് ഓർ മൈനസ് 1/4 എന്ന് വരും. കാരണം റൂട്ട് 1ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇതിനെ ഒന്ന് നമുക്ക് രണ്ട് സൊല്യൂഷനായി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ -3 പ്ലസ് 1/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു
-3 -1/4 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി -3 + 1 എത്രയാണ്? -2 ആണ്, /4. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1/2 എന്ന് കിട്ടും. അടുത്തത് -3 - 1 എന്ന് പറഞ്ഞാൽ -4 ആണ്. -4/4ൻ്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പോൾ എക്സിന് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? -1/2 -1. നമ്മുടെ പുസ്തകത്തിലെ ഒരു ചോദ്യം തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്നത് ഒരു ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് 42 മീറ്ററും പെരിമീറ്റർ 42 മീറ്ററും അതിൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ വികരണത്തിൻ്റെ നീളം 15 മീറ്ററുമാണ് ചോദ്യത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ആ റെക്റ്റാങ്കിളിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളെങ്ങനെ ചെയ്യും? അത് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇതാണ് അതിൻ്റെ വികരണം എത്ര നിൽക്കുന്നത്? 15 മീറ്റർ എന്ന് ക്വസ്റ്റ്യനും ഉണ്ട്. ശരിയല്ലേ? ഇനി റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നേക്കുന്നത് 42 മീറ്റർ ആണ്. അതെങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇക്വേഷൻ എന്താണ്? 2 × L + B ആണ് ഇക്വേഷൻ. ശരിയല്ലേ? 2 × L + B = 42 മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടും? L + B എന്ന് കിട്ടും. ദാറ്റ് ഈസ് 42/2 എന്ത് കിട്ടും? 21 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ 2 × L + B എന്നുള്ള 42 എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 2 അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടും? 42/2 21 എന്ന് കിട്ടും. അപ്പോൾ L + B നമുക്ക് എന്ത് കിട്ടി? 21 എന്ന് കിട്ടി. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ നമുക്ക് 21 എന്ന് കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ബ്രെഡ്ത്ത് = 21 - L ആയിരിക്കത്തില്ലേ? ശരിയല്ലേ? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 21 - ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇതാണ് ലെങ്ത് L എന്നെടുത്താൽ ബ്രെഡ്ത്ത് എന്താണ്? 21 - L ആണ്. ശരിയല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ലെങ്തിനെ L എന്നെടുത്തു. ബ്രെഡ്ത്ത് നമുക്ക് എന്തായിരിക്കും? 21 - L ആയിരിക്കും. ഇത് റെക്റ്റാങ്കിൾ ഇതൊരു വികരണം ആകുമ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കുമല്ലോ. റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? L² + 21 - L സ്ക്വയർ = 15² എന്ന് എഴുതിക്കൂടെ? ശരിയല്ലേ? ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസ് പാദം സ്ക്വയർ എന്നുള്ളത് L² എന്ന് വരും. ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ളത് 21 - L സ്ക്വയർ എന്ന് വരും. = കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നിട്ട് എന്ത് 15 സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? L² + ഇതിനെ എക്സ്പാൻഡ് ചെയ്യും 21 സ്ക്വയർ എത്രയാണ്? 441 - 2 × 21 × L എന്ന് പറഞ്ഞാൽ 42L ആണ്. പ്ലസ് L² = 15² എത്രയാണ്? 225 എന്ന് വരും. ശരിയല്ലേ? ഇനി L² കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2L² എന്ന് കിട്ടും. L² കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2L² എന്ന് കിട്ടും. -42L എടുത്തെഴുതി. പ്ലസ് 441 ബാക്കിയുണ്ട്. ഇത് ഇപ്പോഴും എന്താവും? 225 ആവും. =0 എന്ന് വരും. ശരിയല്ലേ? ഇനി 2L² ഉണ്ട്, -42L ഉണ്ട്, പ്ലസ് ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 441 - 225 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 6 വരും, 1 വരും, 2 വരും. ശരിയല്ലേ? 216 കിട്ടും. എന്ത് കിട്ടി നമുക്ക്? 216 എന്ന് കിട്ടും. =0. ശരിയല്ലേ? അപ്പോൾ 2L² - 42L + 216 =0 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2L² എന്തായി മാറും? L² ആയിട്ട് മാറും. എന്തായിട്ട് മാറും? L² ആയിട്ട് മാറും. 42 എന്തായിട്ട് മാറും? 21 ആയിട്ട് മാറും. അപ്പോൾ -21L പ്ലസ് 216 108 ആയിട്ട് മാറും. =0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തന്നേക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തു. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L² - 21L + 108 =0 എന്ന് കിട്ടി. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ L² കോഎഫിഷ്യന്റ് 1 ആണ്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം. നമ്മളിവിടെ എന്താണ് ഉപയോഗിക്കുന്നു? നമ്മുടെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = -b ± √b² - 4ac / 2a എന്നാണ്. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ -21 സിയുടെ വാല്യൂ 108 ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -bക്ക് പകരം -21. അപ്പോൾ മൈനസും +21 എന്ന് വരും. ±√b²ന്റെ വാല്യൂ എന്താണ്? b² വാല്യൂ 21ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441 വരും. ശരിയല്ലേ? -4 × എയുടെ വാല്യൂ 1 സിയുടെ വാല്യൂ 108. ശരിയല്ലേ? ഇവിടെ എയുടെ വാല്യൂ
എന്താണ് 1 ആണ്, ബിയുടെ വാല്യൂ -21 ആണ്, സിയുടെ വാല്യൂ എന്താണ് 108 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എയും ബിയും സി എടുത്ത് ആദ്യം എഴുതിയേക്കുക, അപ്പോൾ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ -21 ഇപ്പം +21 ആയി. പ്ലസ് ഓർ മൈനസ് -21ൻ്റെ സ്ക്വയർ 451 മൈനസ് 4 × 1 × സിക്ക് വരെ 108. 108 × 4 എന്ന് പറഞ്ഞാൽ 432 ആണ്. ശരിയല്ലേ? 4 × 1 × 108. 108 × 4 എത്രയാണ്? 432 ആണ്. ഓൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും നമുക്ക്? 2 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ശരിയല്ലേ? ദാറ്റ് ഈസ് 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇത് കുറയ്ക്കുമ്പോൾ 9 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 21 പ്ലസ് ഓർ മൈനസ് 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ് നമുക്ക് 2 വാല്യൂ എഴുതാം. ഒന്ന് എക്സ് ഈസ് ഈക്വൽ ടു 21 + 3/2 എന്ന് പറഞ്ഞാൽ 24/2 12 എന്ന് കിട്ടും. 12 മീറ്റർ എന്ന് കിട്ടും. മറ്റേതെന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 21 - 3/2 എന്ന് കിട്ടും. അപ്പം 21 - 3 18/2 എത്രയാണ്? 9 ആണ്. ഇവിടെ ശരിക്കും നമ്മൾ വേരിയബിൾ ഏതാണ്? L ആണല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്സ് അല്ല കാണുന്നത്, എന്താണ് കാണുന്നത്? L ആണ് കാണുന്നത്. അത് മാറ്റിക്കൊടുക്കും. കാരണം നമ്മൾ എന്താണോ കാണുന്നത് അതാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, L ഈക്വൽ ടു നമ്മൾ നേരത്തെ എക്സ് ഈക്വൽ ടു പഠിച്ചുകൊണ്ട് എക്സ് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് L എന്ന് മാറ്റിയതാണ്. ഇവിടെ നമ്മുടെ ഇക്വേഷനിലെ വേരിയബിൾ ഏതാണ്? L ആണ്. അപ്പോൾ Lലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ ലെങ്ത് നമുക്ക് എന്ത് കിട്ടും? ഒന്നുകിൽ 12 അല്ലെങ്കിൽ 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലെങ്ത് എന്നുള്ളത് 12 ആകുമ്പോൾ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 21 മൈനസ് ലെങ്ത് അല്ലേ? 21 - 12 എത്രയാണ്? 9 ആണ്. ശരിയല്ലേ? ലെങ്ത് എന്നുള്ളത് 9 ആകുമ്പോൾ ബ്രെഡ്ത്ത് നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. എന്താണ്? ലെങ്ത് ഈക്വൽ ടു 12, ബ്രെഡ്ത്ത് ഈക്വൽ ടു 9, അല്ലെങ്കിൽ ലെങ്ത് 9 ബ്രെഡ്ത്ത് 12. ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ നമ്മളിത് എന്ത് വെച്ച് ചെയ്തു? ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നതായിട്ട് പഠിച്ചു. ഇനി നമുക്ക് 2020 മോഡൽ മുതൽ ബാക്കിലേക്ക് കുറച്ച് ചോദ്യങ്ങളും ചെയ്തു നോക്കാം. നമ്മുടെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 768 എന്ന് പറഞ്ഞിട്ടുണ്ട്. 8ൻ്റെ അടുത്തടുത്തുള്ള ഗുണിതങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 768 എന്ന് ചോദ്യത്തിലുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിൻ്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആ നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 3 മാർക്കിന് ചോദിച്ച ചോദ്യമായിരുന്നു അല്ലേ? ഇതേ ചോദ്യത്തിൻ്റെ അതേ മോഡൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേപോലുള്ളൊരു ചോദ്യമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ നമ്പേഴ്സിനെ എക്സ് എന്നും x+8 എന്നും എടുക്കുന്നു. അപ്പോൾ പറഞ്ഞേക്കുന്നത് എക്സ് ഇൻറ്റു x+8 ഈക്വൽ ടു 768 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് എക്സും x+8 എടുത്തേ? 8ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 8, 16, 24 അങ്ങനെയല്ലേ പോന്നേ? കാരണം 8 വെച്ച് കൂടിയല്ലേ പോന്നേ? അപ്പോൾ ആദ്യ സംഖ്യ എക്സ് ആകുമ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും? ആ എക്സിനേക്കാൾ 8 കൂടിയതല്ലേ? അപ്പോൾ എക്സ് ആകുമ്പോൾ എന്തെടുത്തു? x+8 എടുത്തു. ഇനി പറഞ്ഞാൽ പ്രോഡക്റ്റ്, അവയുടെ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു x+8 ഈക്വൽ ടു 768. ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² പ്ലസ് 8x ഈക്വൽ ടു 768 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 3 മാർക്കിലെ 1 മാർക്ക് കിട്ടും. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 8ൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങ് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക? നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് സ്ക്വയർ ആണ് ഇവിടെ എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. x² പ്ലസ് 8x ഈക്വൽ ടു 768. ഓക്കെ, ദാറ്റ് ഈസ് x² പ്ലസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 8 ആണ്. 8ൻ്റെ പാതി 4 ആണ്. 4ൻ്റെ സ്ക്വയർ 16. ദാറ്റ് ഈസ് 8x പ്ലസ് 4ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 768 പ്ലസ് എന്ത് കിട്ടും? 4ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ് എടുത്ത് താഴേക്ക് എഴുതുക, പ്ലസ് 4 താഴേക്ക് എഴുതുക, ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ പ്ലസ് അല്ലേ? പ്ലസ് ഇട്ടു. അപ്പോൾ x+4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 768 16 784 എന്ന് കിട്ടും.
ശരിയല്ലേ? അപ്പോൾ ഇനി ബാക്കി എങ്ങനെ ചെയ്യും? നമ്മൾ എക്സ് പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് 784 എന്ന് വരും. എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത് സ്ക്വയർ അപ്പുറത്തും റൂട്ട് ആവത്തില്ലേ? റൂട്ട് 784 എന്ന് വരും. റൂട്ട് 784 എത്രയാണ്? റൂട്ട് 784 എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 4 ഈക്വൽ ടു 28 എന്ന് കിട്ടും. 4 അപ്പുറത്തും നമുക്ക് എന്ത് കിട്ടും? 28 മൈനസ് 4 എന്നുള്ളത് 24 എന്ന് കിട്ടും. അപ്പം സംഖ്യ ഒരെണ്ണം 24, മറ്റേ സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് 8 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 32 എന്ന് കിട്ടും. Therefore numbers are 24 and 32. ഈ രണ്ട് നമ്പറാണ് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? 768 ആയിരിക്കും. വേണമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കുമ്പം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ശരിയാണ്. 3 മാർക്ക് ചുമ്മാ കിട്ടും. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതേ ക്വസ്റ്റ്യന് തന്നെയുള്ള 4 മാർക്കിൻ്റെ വേറെ ചോദ്യമാണ്. അത് നമുക്ക് ചെയ്യാം. 56 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ദണ്ട് നമ്മൾ വളച്ച് ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചതുരത്തിൻ്റെ നീളവും വീതിയും കൂട്ടിയാൽ എത്ര സെൻറ്റിമീറ്റർ കിട്ടും എന്നാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 56 സെൻറ്റിമീറ്റർ നീളം ദണ്ട് വളയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ദണ്ട് വളച്ച് നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ 56 സെൻറ്റിമീറ്റർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? 56 സെൻറ്റിമീറ്റർ ആണ്. ശരിയല്ലേ? ഓക്കെ, പെരിമീറ്റർ എന്ന് പറയുന്നത് 56 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × L+B ആണ്. 2 × L+B ഈക്വൽ ടു 56. ഈ 2 അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടും? L+B ഈക്വൽ ടു 56/2 എന്നുള്ളത് 28 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 56 സെൻറ്റിമീറ്റർ നീളമുള്ള ദണ്ട് വളച്ച് എന്നുണ്ടാക്കി റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും എത്ര എന്നുള്ളതാണ് ചോദ്യം. ഒരു ദണ്ട് വളച്ച് റെക്റ്റാങ്കിൾ ആക്കുക എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിരിക്കും തന്നേക്കുന്ന 56 എന്ന് പറയുന്നത്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 × L+B ഈക്വൽ ടു 56. 2 അപ്പുറത്ത് പോകുമ്പം 56/2 28 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L+B ഈക്വൽ ടു 28 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 28 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ നീളവും കാണണം, വീതിയും കാണണം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലുള്ള തൊട്ട് മുന്നേ ചെയ്ത അതേ ചോദ്യം. ശരിയല്ലേ? L+B എന്നുള്ളത് 28 ആണെങ്കിൽ ബി എന്തായിരിക്കും? 28 - L ആയിരിക്കും. നേരത്തെ ചെയ്ത അതേ ചോദ്യത്തിന് അതേ മോഡൽ ചോദ്യം. അപ്പം L+B 28, ബി എന്തായിരിക്കും? 28 - L ആയിരിക്കും. അപ്പം ലെങ്ത് ഞാൻ L എന്നെടുക്കുന്നു, ബ്രെഡ്ത്ത് 28 - L എന്ന് വരുന്നു. നമ്മൾ എന്തിവിടെ അപ്ലൈ ചെയ്യുന്നത്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യും. കാരണം റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ വന്നേക്കുന്നത്. പൈതഗോറസ് തിയറം അപ്ലൈ നമുക്ക് എന്ത് കിട്ടും? L² + 28 - L-ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 20-ൻ്റെ സ്ക്വയർ എന്ന് വരും. ബേസ് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പം ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ L² എന്ന് വരും. ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം എന്താണ്? 28 - L ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ത് വരും? 28 - L ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20-യുടെ സ്ക്വയർ എന്ന് വരും. നമുക്ക് എന്ത് കിട്ടും? L² + 28-ൻ്റെ സ്ക്വയർ 784 വരും, മൈനസ് 56L. കാരണം 2 × 28 × L എന്ന് പറഞ്ഞാൽ 56L എന്ന് വരും, പ്ലസ് L² ഈക്വൽ ടു 400 എന്ന് വരും. ശരിയല്ലേ? L² എന്താവും? 2L² ആവും. L² എന്താവും? 2L² ആവും. പിന്നെ മൈനസ് 56L ഉണ്ട്. ശരിയല്ലേ? ഇനി പ്ലസ് 784 ഉണ്ട്. 400 പകരം മൈനസ് 400 ആവും, ഈക്വൽ ടു 0. അടുത്തത് 2L² മൈനസ് 56L പ്ലസ് ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 384 കിട്ടും, ഈക്വൽ ടു 0 എന്ന് വരും. 2 കൊണ്ട് ഫുൾ ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും? L² വരും. അവിടെ 28L വരും. ഇവിടെ എന്ത് കിട്ടും? 384/2 192 ഈക്വൽ ടു 0 എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുക? തന്നേക്കുന്ന നമുക്ക് അറിയാവുന്ന 2 മെത്തേഡിൽ ഏതെങ്കിലും വെച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, അത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് A ഈക്വൽ ടു എന്താണ്? 1 ആണ്. B ഈക്വൽ ടു -28 ആണ്. C ഈക്വൽ ടു +192 ആണ്. ശരിയല്ലേ? C ഈക്വൽ ടു എന്താണ്? 192. A1 B -28 C 192. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ L ആണല്ലോ. L ആണ് വേരിയബിൾ. ദാറ്റ് ഈസ് L ഈക്വൽ ടു -B ± √B² - 4AC / 2A എന്നാണ്. ദാറ്റ് ഈസ് -B²
ബിക്ക് പകരം -20 പ്ലസ് 28 വരും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ത് വരും, -28 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 784 മൈനസ് 4 × 1 × 192 എന്ന് പറഞ്ഞാൽ 768 കിട്ടും. ഡിവൈഡ് ബൈ എന്താണ്, 2 × 1 2 ആണ്. ദാറ്റ് ഈസ് 28 പ്ലസ് ഓർ മൈനസ് √16 എന്ന് വരും. ഇത് കുറയ്ക്കുമ്പോൾ ബൈ 2 എന്ന് വരും. അപ്പോൾ L ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 28 പ്ലസ് ഓർ മൈനസ് 4/2 എന്ന് എഴുതാം. ഏതൊക്കെ വരാം, L ഈക്വൽ ടു 28 പ്ലസ് 4/2 ഓർ L ഈക്വൽ ടു 28 മൈനസ് 4/2. അതായത് L എന്ത് കിട്ടും, 28 4 32/2 16 എന്ന് വരും. ഇവിടെ എന്ത് കിട്ടും, 28 മൈനസ് 4 24/2 12 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി, ലെങ്ത് 16 അല്ലെങ്കിൽ ലെങ്ത് 12 എന്ന് കിട്ടി. ഇനി ലെങ്ത് 16 ആകുമ്പം ബ്രെഡ്ത്ത് എന്തായിരിക്കും, ലെങ്ത് 16 ആകുമ്പം ബ്രെഡ്ത്ത് എന്നുള്ളത് 12 കിട്ടും. കാരണം 28 മൈനസ് ലെങ്ത് അല്ലേ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 28 മൈനസ് 16 നമുക്ക് എന്ത് കിട്ടും, 12 എന്ന് കിട്ടും. ഇനി ലെങ്ത് 12 ആകുമ്പോഴോ ബ്രെഡ്ത്ത് എന്ത് കിട്ടും, നമുക്ക് 16 എന്ന് കിട്ടും. അപ്പോൾ 2 സെറ്റ് ആൻസറാണ് ഇതിനുവേണ്ടി വരുന്നത്, 16ഉം 12ഉം അല്ലെങ്കിൽ 12ഉം 16ഉം. ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ എന്നുള്ളത് ഒന്നുകിൽ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇത്രയും വ്യത്യാസമേ വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഒരു സെറ്റിന് വാല്യൂ ആയാലും കുഴപ്പമൊന്നുമില്ല. ലെങ്ത് ഈക്വൽ ടു 16, ബ്രെഡ്ത്ത് ഈക്വൽ 12 എന്ന് മാത്രമായാലും പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ യൂണിറ്റ് ഇടാൻ മറക്കരുത്. ലെങ്ത് എന്നുള്ളത് ഇവിടെ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് 16 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെ ഇടാൻ മറക്കരുത്. യൂണിറ്റ് ഉറപ്പായിട്ടും ആൻസറിനോട് ഇട്ടേക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പെരിമീറ്റർ ക്വസ്റ്റ്യനിൽ എത്ര തന്നേക്കുന്നത്, 56 തന്നേക്കുന്നത്. അപ്പം ഇത് റെക്റ്റാങ്കിൾ ലെങ്തും ബ്രെഡ്ത്തും ആണെങ്കിൽ പെരിമീറ്റർ എന്ത് വരും, 16 + 12 28 28 × 2 56. നമ്മുടെ ഉത്തരം ശരിയാണ്. ഈ ചോദ്യത്തിനാകെ 4 മാർക്കായിരുന്നു അല്ലേ. അപ്പോൾ എന്തെളുപ്പമുള്ള ചോദ്യമാണ്, നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ 2019 മാർച്ച് മാസത്തെ ഫൈനൽ എക്സാമിൻ്റെയും 2019 തന്നെ മോഡൽ എക്സാമിൻ്റെയും ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ചോദിച്ച 4 ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മാർച്ചിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ 7 മാർക്കിനാണ് ചോദിച്ചത്. അതിൽ ഒന്നാമത്തെ ചോദ്യം 3 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം. അപ്പം x² + 6x എന്നതിൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയറായി മാറുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇത്തരത്തിലുള്ള ആൻസറുകൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് മനസ്സിലാലോചിക്കുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, 6 ആണ്. 6ൻ്റെ പകുതി 3 ആണ്. 3യുടെ സ്ക്വയർ എന്താണ്, 9 ആണ്. നമ്മൾ കൂടേണ്ട സംഖ്യ ഏത് മാത്രമാണ്, 9 മാത്രമാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. x² + 6x പ്ലസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 6 ആണ്, 6ൻ്റെ പാതി 3 ആണ്, 3യുടെ സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതിയത്. ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, എക്സ് താഴേക്ക് എഴുതി, പ്ലസ് ഇട്ടു, ഇവിടെ പ്ലസ് ഇട്ടു, 3² 3 താഴേക്ക് എഴുതി, ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇതിപ്പോൾ എന്തായി മാറി, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറായിട്ട് മാറിയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കി അതിൻ്റെ പാതി എടുത്തു, അതിൻ്റെ സ്ക്വയർ എടുത്തു. ഇവിടെ 6 ആണ് കോഎഫിഷ്യൻ്റ്, പാതി എന്നുള്ളത് 3 ആണ്, 3² എത്രയാണ്, 9 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്, ഇവിടെ 9 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² + ax + 16 x² + ax + 16 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കണം, x² + ax + 16 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചാണ് ചെയ്യേണ്ടുന്നത്. അതായത് ഇവിടെ നോക്കി, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, എ ആണ്. എയുടെ പകുതി എന്താണ്, a/2 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a/2ൻ്റെ സ്ക്വയർ. അത് എഴുതേണ്ടത് നമ്മൾ ആരെ എഴുതിയിരിക്കുന്നത്, 16നെയാണ് എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എ ആണ്, അതിൻ്റെ പകുതി a/2. അപ്പോൾ അതിൻ്റെ സ്ക്വയർ a/2ൻ്റെ സ്ക്വയർ. അത് എഴുതേണ്ടത് നമ്മൾ ആരും എഴുതിയേക്കുന്നത്, 16നെ എഴുതിയേക്കുന്നത്. ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, √16. അപ്പോൾ a/2 ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, √16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a/2 ഈക്വൽ ടു +or-4 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ എന്നുള്ളത് +or-8 എന്ന് കിട്ടും. അപ്പോൾ എ എന്നുള്ള ആരൊക്കെയാവും, ഒന്നുകിൽ +8 അല്ലെങ്കിൽ -8. എങ്ങനെ +or-8 ആയേ, ഈ 2 കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഗുണിച്ചു. അപ്പോൾ 4 × 2 എന്തായി, 8 ആയി. അപ്പോൾ എന്ത് കിട്ടി, +or-8 എന്ന് കിട്ടി എയുടെ വാല്യൂ. അപ്പോൾ എ എന്തൊക്കെയാവാം, +8 ആവാം, അല്ലെങ്കിൽ എന്താവാം, -8 ആവാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു 4ab എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ച് തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, എ ആണ്. ശരിയല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, എ ആണ്. എയുടെ പകുതി a/2, അതിൻ്റെ സ്ക്വയർ a/2ൻ്റെ സ്ക്വയർ എന്നായി. അത് എഴുതേണ്ടത് ആരെ എഴുതിയിരിക്കുന്നത്, നമ്മൾ ബി എ ആണല്ലോ എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എ ആണ്, എയുടെ പാതി a/2, അതിൻ്റെ സ്ക്വയർ a/2ൻ്റെ സ്ക്വയർ. അത് എഴുതേണ്ടത് നമ്മൾ ആരെ എഴുതിയിരിക്കുന്നത്, ബി എ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും a²/4 എന്ന് വരത്തില്ലേ. എന്താ കാര്യം, എയുടെ സ്ക്വയർ a², 2ൻ്റെ സ്ക്വയർ 4 ഈക്വൽ ടു ആരാണ്, ബി. ക്രോസ് ചെയ്യുമ്പോൾ 4 ആണ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, a² = 4b എന്ന് കിട്ടും. 2019 മാർച്ചിലെ മറ്റൊരു ചോദ്യമായിരുന്നു, റോഡ് വീതി കൂട്ടാനായിട്ട് ഒരു സ്ക്വയർ ഗ്രൗണ്ടിൻ്റെ കുറച്ച് ഭാഗം മുറിച്ചെടുക്കുന്നു. അതായത് 2 മീറ്റർ വസ്തു അളന്ന് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൗണ്ടിൻ്റെ പുതിയ ഷേപ്പ് എന്തായിരിക്കും? രണ്ടാമത്തെ ചോദ്യം, ഈ മുറിച്ചു മാറ്റിയതിന് ശേഷമുള്ള ഗ്രൗണ്ടിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 440 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ പുതിയ രൂപത്തിൻ്റെ നീളവും വീതിയും കാണുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ സ്ക്വയർ ഗ്രൗണ്ട് ഇതായിരുന്നു നമ്മുടെ സ്ക്വയർ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 2 മീറ്റർ മുറിച്ച് മാറ്റി. നമുക്കിത് കണ്ടാൽ തന്നെ എന്ത് ചെയ്യാം, പുതിയ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് അറിയാൻ പറ്റും. എന്ത് ഷേപ്പ് ആയിരിക്കും, റെക്റ്റാങ്കിൾ ആയിരിക്കുമല്ലോ. പുതിയ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, റെക്റ്റാങ്കിൾ ആയിരിക്കും. 1 മാർക്ക് ചോദ്യമായിരുന്നു അത്, ഈ ഷേപ്പ് എന്താണെന്നുള്ളത്. റെക്റ്റാങ്കിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും കാണണം. ഇതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ തന്നിട്ടുണ്ട്. ഈ സ്ക്വയർ ഗ്രൗണ്ടിൽ നിന്നാണ് 2 മീറ്റർ മുറിച്ച് മാറ്റിയത്, റോഡ് വൈഡനിങ്ങിന് വേണ്ടി മുറിച്ച് മാറ്റിയത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ക്വയറിൻ്റെ സൈഡിനെ എക്സ് എന്നെടുക്കുക. ഓക്കെ, ലെറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, x-2 ആയിരിക്കില്ലേ? കാരണം ആകെ എക്സ് ആണ്, ഇവിടുന്ന് 2 മാറിപ്പോയി, ബാക്കി എന്തുണ്ട്, x-2 ആയിരിക്കില്ലേ? ഇതെന്തായിരിക്കും, എക്സ് ആയിരിക്കും. കാരണം അത് സ്ക്വയറിൻ്റെ സൈഡ് തന്നെ വരുന്നതാണ്. സ്ക്വയറിൻ്റെ എല്ലാ സൈഡും തുല്യമായിരിക്കില്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും. നമ്മൾ മുറിച്ച് മാറ്റുന്നത് ഇവിടെ മാത്രമല്ലേ മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ ഇത് x-2 ആയിട്ട് മാറും. ഇത് എന്ത് തന്നെ ആയിരിക്കും, എക്സ് തന്നെ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയാം, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അറിയാം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് റിമൈനിങ് ഗ്രൗണ്ട്, ബാക്കിയുള്ള മൈതാനത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, 440 മീറ്റർ സ്ക്വയർ ആണെന്ന് ചോദ്യത്തിലുണ്ട്. ബാക്കിയുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്, റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അതിൻ്റെ ഏരിയ എങ്ങനെയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത് 440 എന്ന് പറയുന്നത്. ആ ഗ്രൗണ്ടിൻ്റെ റെക്റ്റാങ്കുലർ ഗ്രൗണ്ടിൻ്റെ ലെങ്ത് നമുക്ക് എന്ത് കിട്ടി, x-2 എന്ന് കിട്ടി. ബ്രെഡ്ത്ത് എന്ത് തന്നെയാണ്, എക്സ് തന്നെയാണ്. ഈക്വൽ ടു എന്താണ്, 440 ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സിൻ്റെ എക്സ് എന്ത് കിട്ടും, നമുക്ക് x² എന്ന് കിട്ടും. -2 × x -2x കിട്ടും. ഈക്വൽ ടു 440. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ, 2. -2 എടുക്കേണ്ട, 2 എടുത്താൽ മതി. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 2, 2ൻ്റെ പാതി 1, 1ൻ്റെ സ്ക്വയർ, 2 സൈഡിൽ എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പോൾ x² - 2x + 1² ഈക്വൽ ടു 440 + 1² എന്നെഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും, എക്സ് താഴേക്ക് കൊണ്ടുവരും, 1 താഴേക്ക് എഴുതി. ഇവിടെ മൈനസ് അല്ലയോ, അതുകൊണ്ട് ഇവിടെ -2² ഈക്വൽ ടു 440, ഒന്നും കൂടെ 441 എന്നെഴുതും. ശരിയല്ലേ? ഇനി നമ്മൾ എന്തെഴുതും, x-1 ഈക്വൽ ടു √441 എന്നെഴുതും. ദാറ്റ് ഈസ് x-1 ഈക്വൽ ടു ±21 എന്ന് വരും. നമുക്ക് -21 വേണ്ട, കാരണം ഇതൊരു നീളമായതുകൊണ്ട് മൈനസ് എടുക്കേണ്ട കാര്യമില്ല. കാരണം -21 എടുത്താലും നമ്മുടെ എക്സിൻ്റെ ഒരു വാല്യൂ നെഗറ്റീവായിട്ട് നിൽക്കും. അത് നീളമായതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, നെഗറ്റീവ് വാല്യൂ വേണ്ട. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, പോസിറ്റീവ് വാല്യൂ എടുക്കാം. ദാറ്റ് ഈസ് x-1 ഈക്വൽ ടു 21 എന്ന് എടുത്തു. ഇപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടും, -1 അപ്പുറത്തും +1, 21 എത്ര, 22 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തോ കിട്ടിയേ, സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് കിട്ടിയത്, സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, 22 - 2 എത്രയാണ്, 20 എന്ന് കിട്ടും. റെക്റ്റാങ്കിളിൻ്റെ നീളം സമം എത്ര കിട്ടും നമുക്ക്, 22 - 2 ഈക്വൽ ടു 20 മീറ്റർ എന്ന് കിട്ടും. വീതി എന്ത് തന്നെയാണ്, വീതി സമം
22 മീറ്റർ തന്നെയാണ്. കാരണം ഇത് എക്സ് ആയിരുന്നു, ഇത് x-2 ആയിരുന്നു. അപ്പം നീളം എന്നുള്ളത് 22 - 2 20 മീറ്ററിന് എടുത്തു. വീതി എന്ത് തന്നെയാണ്? 22 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം ഇത് ശരിയാണോ ചെക്ക് ചെയ്യാമല്ലോ. എളുപ്പമാണ്. കാരണം എന്താ, കിട്ടിയേക്കുന്ന നീളവും വീതി ഗുണിച്ച് നോക്കിയാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടില്ലേ? 22 × 20 ആണ്, 440 ആണ്. അതാണ് നമ്മുടെ ചോദ്യത്തിലുള്ള ഏരിയ, 440 മീറ്റർ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ശരിയാണ്. ഇത് എത്ര മാർക്ക് ചോദ്യമായിരുന്നു? 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അപ്പോൾ 2019 ചോദ്യങ്ങളും അവസാനിക്കുന്നു. ഈ 2019 മോഡലിൻ്റെ ചോദ്യമാണ് അടുത്തതായി പറയാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2019 മോഡലിൻ്റെ ചോദ്യമാണ്. 3 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. പറഞ്ഞേക്കുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ നീളം വീതിയേക്കാൾ 6 സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് +6 എന്നാണ് പറഞ്ഞേക്കുന്നത്. നീളം സമം വീതി +6 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് എന്നുള്ളത് എക്സ് എന്നെടുത്താൽ ലെങ്ത് എത്ര വരും? x+6 എന്ന് വരും. ശരിയല്ലേ? അപ്പം ലെറ്റ് ബ്രെഡ്ത്ത് ഈക്വൽ ടു നമ്മളെങ്ങനെ എടുക്കുന്നു? എക്സ് എന്നെടുക്കുന്നു. ദെയർഫോർ ലെങ്ത് അപ്പോൾ നമുക്ക് എന്ത് വരും? ലെങ്ത് ഈക്വൽ ടു x+6 എന്ന് വരും. ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1216 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറയുന്നത് 1216 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് കാണാനാണ് ചോദ്യം. അപ്പം ഏരിയ എന്താണ്? 1216 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 1216. ലെങ്ത് എത്ര ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? x+6 നമ്മൾ എടുത്തു. ബ്രെഡ്ത്ത് എത്രയാണ്? എക്സ് ആണ്, ഈക്വൽ ടു 1216. ഇത് ഓപ്പൺ ചെയ്യുമ്പം എക്സും കൂടെ x² എന്ന് വരും, 6ഉം എക്സും കൂടെ 6x എന്ന് വരും, ഈക്വൽ ടു 1216 എന്ന് വരും. എന്ത് ചെയ്യും? നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ x² + 6x + എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്? 6 ആണ്. 6ൻ്റെ പാതി എന്താണ്? 3 ആണ്. 3² എത്രയാണ്? 9 ആണ്. അപ്പം 9 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പുറത്ത് 1216 + 9. ഓക്കെ, അപ്പം ഇതെന്ത് വരും? ഇവിടെ x+3യുടെ സ്ക്വയർ എന്ന് വരും. കാരണം 3² 9. അപ്പോൾ x+3യുടെ സ്ക്വയർ എന്ന് വരും, ഈക്വൽ ടു 1225 എന്ന് വരും. ഈ 2 സ്ക്വയർ അപ്പുറത്തും എന്ത് കിട്ടും? റൂട്ട് ആവും. അപ്പോൾ x+3 ഈക്വൽ ടു √1225 എന്ന് വരും. അതായത് x+3 ഈക്വൽ ടു +4 - 35 എന്ന് വരും. നേരത്തെ പറഞ്ഞ പോലെ -30 നമുക്ക് വേണ്ട, കാരണം സൈഡിൻ്റെ നീളമാണ് വേണ്ടുന്നത്. നീളം ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? +35 മാത്രം എടുക്കും. അപ്പോൾ x+3 ഈക്വൽ ടു 35 എടുക്കും. എക്സ് നമുക്ക് എന്ത് കിട്ടും? 32 എന്ന് കിട്ടും. 35 - 3 32 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ബ്രെഡ്ത്ത് നമുക്ക് എന്ത് കിട്ടി? ബ്രെഡ്ത്ത് എന്നുള്ളത് ബ്രെഡ്ത്ത് എക്സ് ആണല്ലോ. നമുക്ക് എന്ത് കിട്ടി? 32 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ദെയർഫോർ ലെങ്ത് നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് നമുക്ക് 32 + 6 അതായത് 38 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ലെങ്ത് നമുക്ക് എന്ത് കിട്ടും? 38 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ശരിയാണോ ചെക്ക് ചെയ്യാം. 38ഉം 32 ഗുണിച്ച് നോക്കുക. നമുക്ക് എന്ത് കിട്ടും? 1216 തന്നെ കിട്ടും. നമ്മുടെ ഉത്തരം എന്താണ്? ശരിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യന് തന്നെയുള്ള 4 മാർക്കിൻ്റെ ചോദ്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ കയ്യിൽ 2 ഭിന്നസംഖ്യ ഉണ്ടെന്ന് സങ്കല്പിക്കുക, ഫ്രാക്ഷൻസ്. ഈ 2 ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എത്രയാണ്? 1 ആണ്. തന്നേക്കുന്ന അടുത്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനേക്കാൾ ഛേദത്തേക്കാൾ 2 കൂടുതലാണ് മറ്റേ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് എന്ന് എടുക്കാം. അപ്പം ഫസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളത് 1/x എന്ന് വരും. ശരിയല്ലേ? രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്ത് വരും? 1/x+2 എന്ന് വരും. കണ്ടീഷൻ കറക്റ്റ് അല്ലേ? രണ്ടിൻ്റെയും അംശം എന്താണ്? 1 ആണ്. ന്യൂമറേറ്റർ എന്താണ്? 1 ആണ്. ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഒരെണ്ണത്തിൻ്റെ എക്സ്, മറ്റെന്താണ്? x+2. ഒന്നിനേക്കാൾ 2 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടിൻ്റെയും കൂടെ സമ്മ് എന്ന് പറയുന്നത് 5/12 ആണെന്ന് ക്വസ്റ്റ്യനുണ്ട്. രണ്ടിൻ്റെയും കൂടെ സമ്മ്, 2 ഫ്രാക്ഷൻ്റെ കൂടെ സമ്മ് 5/12 എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് കാണുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇതിനെന്ത് ചെയ്യും? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ക്രോസ് ചെയ്യുമ്പം x+2 × 1 എന്ന് പറയുന്നത് എന്താണ്? x+2 എന്ന് കിട്ടും. പ്ലസ് x × 1 എന്താണ്? x ആണ്. ഡിവൈഡ് ബൈ നമുക്ക് എന്ത് കിട്ടും? x × x+2 എന്ന് കിട്ടും. ഈക്വൽ ടു 5/12
12 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ക്രോസ് ചെയ്യുമ്പം ഇവിടെ ആഡ് ചെയ്യുമ്പം എക്സും 2x പ്ലസ് 2 ഡിവൈഡ് ബൈ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് വരും ഈക്വൽ ടു 5/12 എന്ന് വരും. ശരിയല്ലേ? ഇനി വീണ്ടും ഒന്നുകൂടെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 12 ഇൻറ്റു 2x പ്ലസ് 2 12 ഇൻറ്റു 2x പ്ലസ് 2 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് വരും. ശരിയല്ലേ? 12 ഇൻറ്റു 2x പ്ലസ് 2 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് വരും. ഇത് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ 12 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 24x എന്ന് വരും. പ്ലസ് 12 ഇൻറ്റു 2 എത്രയാണ്? 24 ആണ്. ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് സ്ക്വയർ എന്താണ്? 5x സ്ക്വയർ ആണ്. പ്ലസ് 5 ഇൻറ്റു 2x എന്താണ്? 10x ആണ്. ശരിയല്ലേ? നമുക്ക് ഇതിനെല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതിനെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5x സ്ക്വയർ ഉണ്ട്, അപ്പുറത്തൊരു 10x ഉണ്ട്. 24x അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -24x ആവും. 24 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -24 ആവും ഈക്വൽ ടു 0. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 5x സ്ക്വയർ 10x നിന്ന് 24x വരെ നമുക്ക് എന്ത് കിട്ടും? -14x കിട്ടും. -24 ഈക്വൽ ടു 0. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്ക്വയർ കംപ്ലീഷനേക്കായിട്ട് നല്ലത് എന്താണ്? ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ്. കാരണം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 5 ആണ്. ശരിയല്ലേ? നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയൊന്നുമില്ല. കാരണം ഇവിടെ 5ഉം ഇവിടെ 14ഉം ഇവിടെ 24 ആണ്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് ഒന്നും കൂടി ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മറ്റേ ഇക്വേഷൻ, ഏത് ഇക്വേഷൻ? x ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് ആ ഇക്വേഷൻ വെച്ച് ഇതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം a എത്ര? 5, b എത്രയാണ്? -14, c എത്രയാണ്? -24. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? x ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡ് ബൈ 2a എന്ന് വരും. അതായത് -b എന്നുള്ളത് -14, മൈനസും -14 കൂടെ 14 എന്ന് കിട്ടും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ എന്താണ്? -14ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 196 എന്ന് വരും. മൈനസ് 4 ഇൻറ്റു 5 ഇൻറ്റു -24. 4 ഇൻറ്റു 5 ഇൻറ്റു -24 എത്ര കിട്ടും? 4 ഇൻറ്റു 5 എന്നുള്ളത് 20 ഇൻറ്റു 24 എന്ന് പറയുന്നത് 480 വരും. ഇവിടെ മൈനസും ഈ മൈനസ് പ്ലസ് ആവും. പ്ലസ് 480 എന്ന് വരും. ഡിവൈഡ് ബൈ എത്ര കിട്ടും നമുക്ക്? 2 ഇൻറ്റു 5 എന്ന് കിട്ടും. അതായത് 14 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 676 കിട്ടും. ഡിവൈഡ് ബൈ 10 എന്ന് വരും. ശരിയല്ലേ? അതായത് 14 പ്ലസ് ഓർ മൈനസ് റൂട്ട് 676 എന്ന് പറഞ്ഞാൽ 26 ആണ്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 5 10. 10 ഇവിടെ എഴുതിയിട്ടുണ്ട്, 10 ഇങ്ങോട്ട് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 പ്ലസ് 26/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40/10 ഈക്വൽ ടു 4 എന്ന് കിട്ടും എക്സിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ നമ്മളെന്ന് എടുക്കും x ഈക്വൽ ടു 14 മൈനസ് 26/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -12/10. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് -6/5 എന്ന് കിട്ടും. നമ്മൾ സാധാരണ ഈ വാല്യൂ എടുക്കില്ല. കാരണം നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് ന്യൂമറേറ്റർ എപ്പോഴും 1 ആയിരിക്കണം എന്ന് ക്വസ്റ്റിനെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വാല്യൂവിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് മതി? x ഈക്വൽ ടു 4 എന്നുള്ള വാല്യൂ മാത്രം മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്ത് വരും? 1/x എന്ത് കിട്ടും? നമുക്ക് 1/4 എന്ന് കിട്ടും. 1/x + 2 നമുക്ക് എന്ത് കിട്ടും? 1/4 + 2 ദാറ്റ് ഈസ് 1/6 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം ശരിയാണോ ചെക്ക് ചെയ്യാം. നമുക്ക് രണ്ട് ഫ്രാക്ഷൻ കൂട്ടി നോക്കാം. 1/4 + 1/6 ഈക്വൽ ടു ക്രോസ് ചെയ്തേ 6 ഇൻറ്റു 1 6 പ്ലസ് 4 ഇൻറ്റു 1 4 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 4 എത്രയാണ്? 24. 6 4 10 10/24 എത്രയായിട്ടും കട്ട് ചെയ്യുമ്പം 5/12 എന്ന് കിട്ടും. നമുക്ക് ഉത്തരം എന്താണ്? ശരിയാണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? സമ്മ് എന്ന് പറയുന്നത് 5/12 കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെയർഫോർ ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 1/4ഉം 1/6ഉമാണ്. നമുക്ക് 2018 മാർച്ചിലെ ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങൾ ചോദ്യം കണ്ടല്ലോ. അപ്പോൾ അതീ പറഞ്ഞേക്കുന്നത് ഒരു അർദ്ധമറ്റ സീക്വൻസിൻ്റെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് n ടേംസിൻ്റെ തുക എന്നുള്ളത് 2n² + 8n എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? പിന്നെ പറഞ്ഞേക്കുന്നത് ആദ്യത്തെ എത്ര ടേംസ് കൂട്ടിയാലാണ് 330 കിട്ടുന്നത് എന്നാണ് ചോദ്യം. അപ്പം എൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് 2n² + 8n എന്ന ചോദ്യത്തിലുണ്ട്. അതേപോലെ ആദ്യത്തെ കുറേ ടേംസ് കൂട്ടിയാൽ 330 കിട്ടുമെന്ന് ചോദ്യത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ രണ്ടും എന്താണ്? തുല്യമാണ്. അതായത് 2n² + 8n ഈക്വൽ ടു എന്താണ്? 330 ആണ് എന്നർത്ഥം.
ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ്. ഇതെന്താ? ആദ്യത്തെ n ടേംസ് കൂട്ടിയാൽ കിട്ടുന്ന തുക. രണ്ടും ശരിയല്ലേ? അപ്പോൾ 2n² + 8n = എന്ന് കിട്ടി? നമുക്ക് 330 കിട്ടി. അപ്പോൾ 2 കൊണ്ട് ഫുള്ളും കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ n² ആവും, ഇതെന്താവും? 4n ആവും, അതെന്താവും? 165 ആകും. നമ്മളിവിടെ എന്ത് ചെയ്യുക? സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n² + 4n പ്ലസ് n-ൻ്റെ കോഎഫിഷ്യൻറ്റ് 4, 4-ൻ്റെ പാതി 2, അപ്പോൾ 2² കൂട്ടും പ്ലസ് 165 പ്ലസ് 2². അതായത് ഇവിടെ നമ്മൾ n എടുത്ത് താഴേക്ക് എഴുതി, 2 എടുത്ത് താഴേക്ക് എഴുതി, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ എന്ത് എഴുതും? പ്ലസ് എഴുതും. ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 165ഉം 4ഉം കൂടെ 169 എന്ന് വരും. ഈ സ്ക്വയർ അപ്പുറത്തും റൂട്ട് ആവത്തില്ലേ? നമുക്ക് എന്ത് കിട്ടും? n+2 = √169 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n+2 = നമ്മൾ എന്തെടുക്കും? 13 എന്നെടുക്കും. നമുക്ക് -13 വേണ്ട, കാരണം നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ -13 എടുത്തില്ല, +13 മാത്രമേ എടുത്തോളൂ. അതായത് n = നമുക്ക് എന്ത് കിട്ടും? 13 - 2 11 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 11 ടേംസിൻ്റെ സമ്മായിരിക്കും എന്ത്? 330 എന്ന് പറയുന്നത്. ഈ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അർത്ഥമാറ്റ സീക്വൻസിലെ ആദ്യത്തെ 11 ടേംസിൻ്റെ തുകയാണെന്ത്? 330 എന്ന് പറയുന്നത്. 2018 മാർച്ചിലെ 5 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ കണ്ടല്ലോ. നല്ല ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണതല്ലേ? അതായത് 40 മീറ്റർ നീളമുള്ള ഒരു കയർ നമ്മൾ മുറിച്ചു. 40 മീറ്റർ നീളമുള്ള ഒരു കയർ മുറിച്ചിട്ട് 2 പീസാക്കി. അതായത് ഒരെണ്ണം ഇത്രയും എങ്കിൽ മറ്റേത് ഇത്രയും എന്ന് സങ്കല്പിക്കുക. രണ്ടും ഈക്വൽ ലെങ്ത് ഒന്നും ക്വസ്റ്റിനെ പറയുന്നില്ല. 2 പീസാക്കി, 2 കഷ്ണമാക്കി എന്നേ ക്വസ്റ്റിനെ പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരെണ്ണത്തിന് നീളം x എന്ന് എടുത്താൽ മറ്റേത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 40 - x ആയിരിക്കും. ഇതാണ് നമ്മുടെ ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? 40 മീറ്റർ നീളമുള്ളൊരു കയറ് മുറിച്ച് നമ്മൾ 2 കഷ്ണങ്ങളാക്കിയാൽ അത് ഒന്നിൻ്റെ നീളം x ആണെങ്കിൽ മറ്റെന്തായിരിക്കും? 40 - x ആയിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വീണ്ടും മനസ്സിലാവുന്നത് എന്താണ്? ഈ കയറ് വളച്ചെന്തുണ്ടാക്കി? ഒരു സമചതുരം ഉണ്ടാക്കി. ഈ കയറ് വളച്ചൊരു സമചതുരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ വളച്ച് ഒരു സമചതുരം ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അതേപോലെ ഇതിനെയും വളച്ചെന്തുണ്ടാക്കി? മറ്റൊരു സമചതുരം ഉണ്ടാക്കി. രണ്ടിനെയും വളച്ച് ഒരു സമചതുരം ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് എത്ര? അതേപോലെ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്ര എന്നാണ് ചോദ്യം. x നീളമുള്ള കയറ് മടക്കി എന്തുണ്ടാക്കി? നമ്മൾ സമചതുരം ഉണ്ടാക്കിയത്, ശരിയല്ലേ? അപ്പോൾ ഈ സമചതുരത്തിന് 4 വശവും തുല്യമാണല്ലോ. അപ്പം ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ കയറിൻ്റെ നീളമല്ലേ കിട്ടുന്നത്, ശരിയല്ലേ? അപ്പം 4 × 1 വശമല്ലേ ഈ കയറിൻ്റെ നീളം x എന്ന് പറയുന്നത്. അപ്പം ഒരു വശം നമുക്ക് എന്ത് കിട്ടും? x/4 അല്ലേ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 40 - x / 4 ആയിരിക്കും. സംശയമുണ്ടോ? നമ്മളിപ്പോൾ ഒരു 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറുണ്ടാകും സങ്കല്പിക്കുക. ഒരു കയർ 20 സെൻറ്റിമീറ്റർ ഉള്ളൊരു കയർ. ഞാനതിനെ എന്ത് ചെയ്യുന്നു? ഞാനതിനെ ഇങ്ങനെ വളച്ച് എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ 20 സെൻറ്റിമീറ്ററാണ് നമ്മളിൽ ആകെ ഉള്ളത്. അതിനെ നമ്മൾ ഒട്ടും കളയുന്നില്ല, ഒട്ടും കൂട്ടിച്ചേർക്കുന്നില്ല. അതിനെ നമ്മൾ കൃത്യമായി വളച്ചെന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ ഇവിടെ 5 വരും, ഇവിടെ 5 വരും, ഇവിടെ 5 വരും, ഇവിടെ 5 വരും, ശരിയല്ലേ? എന്നാലല്ലേ അതാകെ 20 സെൻറ്റിമീറ്റർ ആവത്തുള്ളൂ. അതുപോലെ ഇവിടെ ചിന്തിച്ച് നോക്കിയേ, x മീറ്റർ നീളമുള്ളൊരു കയറ് നമ്മുടെ ഉള്ളത്. നമ്മളതിന് ഒട്ടും കളയാതെ വളച്ചെന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. ഈ സ്ക്വയറിൻ്റെ 4 വശവും എന്താണ്? തുല്യമാണ്. ഈ 4 വശങ്ങൾ കൂട്ടി നമുക്ക് എന്തോ കിട്ടുന്നത്? x കിട്ടുന്നത്. അപ്പോൾ 4 × 1 വശം സമയം x അല്ലേ? വശം നമുക്ക് എന്ത് കിട്ടും? x/4 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഒരു വശം എത്ര ആയിരിക്കും? x/4 ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ നോക്കിയേ, 40 - x മീറ്റർ നീളമുള്ള കയറാണ് നമ്മൾ വളച്ച് സ്ക്വയർ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വശം എന്തായിരിക്കും? 40 - x / 4 ആയിരിക്കും. ഇതിൻ്റെ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സമചതുരങ്ങളുടെ ഏരിയ കൂട്ടുമ്പോൾ 58 മീറ്റർ സ്ക്വയർ കിട്ടും എന്ന് ചോദ്യത്തിലുണ്ട്. അതിനെ നമ്മളൊരു ബീജഗണിത രൂപത്തിൽ അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോമിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ വശം ഗുണം വശമല്ലേ, അല്ലെങ്കിൽ വശത്തിൻ്റെ സ്ക്വയർ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? x/4ൻ്റെ സ്ക്വയറിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ x/4ൻ്റെ സ്ക്വയറാണ് ഈ സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ത് വരും? നമുക്ക് 40 - x/4 ദ
ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? കാരണം എന്താ, ഇതിൻ്റെ ഏരിയ വശത്തിൻ്റെ സ്ക്വയറാണ്, ഇതിൻ്റെ വശം x/4 ആണ്. അപ്പോൾ ഏരിയ എന്ത് കിട്ടും? x/4 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതിൻ്റെ വശം 40 - x/4 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ത് കിട്ടും? 40 - x/4 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതിൻ്റെ സമ്മ്, അതായത് ഈ രണ്ട് ഏരിയയുടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്? 58 കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. 58 കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² / 16 എന്ന് നമുക്ക് കിട്ടും. പ്ലസ് 40 - x ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4ൻ്റെ സ്ക്വയർ 16 എന്ന് കിട്ടും, ഈക്വൽ ടു 58 എന്ന് വരും. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? x² പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 40ൻ്റെ സ്ക്വയർ എത്രയാണ്? 40ൻ്റെ സ്ക്വയർ 1600 മൈനസ് 80x പ്ലസ് x² എന്ന് കിട്ടും. ഓൾ ഡിവൈഡ് ബൈ എന്തുകൊണ്ട്? 16 ഉണ്ട്, ഈക്വൽ ടു 58. x² x² കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 2x² എന്ന് കിട്ടും. മൈനസ് 80x ഉണ്ട്, പ്ലസ് ഒരു 1600 ഉണ്ട്, ഈക്വൽ ടു 16 നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 58 × 16 എന്ന് വരും. അതായത് 2x² മൈനസ് 80x പ്ലസ് 1600 ഈക്വൽ ടു 928 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x² മൈനസ് 80x ഈക്വൽ ടു 928 മൈനസ് 1600 എന്ന് വരും. അതായത് 2x² മൈനസ് 80x ഈക്വൽ ടു മൈനസ് 672 എന്ന് കിട്ടും. നമ്മളിന് ചെയ്യുന്നത് ഒരു 2 കൊണ്ട് ഇതിനെ ഫുൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് x² ആയിട്ട് മാറും, മൈനസ് 40x ആവും, ഈക്വൽ ടു ഇത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് 336 എന്ന് കിട്ടും. മൈനസ് 336 എന്ന് കിട്ടും. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. നമ്മുടെ തന്നേക്കുന്ന ഡേറ്റ വെച്ചുള്ള ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായ കഷ്ണങ്ങളുടെ നീളം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സോൾവ് ചെയ്യും. അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്യാം. ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. അതായത് x² മൈനസ് 40x. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 40 ആണ്. 40ൻ്റെ പാതി എത്രയാണ്? 20 ആണ്. 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 400 ആണ്. അപ്പോൾ ഞാൻ 20ൻ്റെ സ്ക്വയർ എന്ന് എഴുതി, ഈക്വൽ ടു മൈനസ് 336 പ്ലസ് 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 എന്ന് ഇവിടെ എഴുതി. ഓക്കെ, ഇവിടെ 20ൻ്റെ സ്ക്വയർ എന്ന് എഴുതി, ഇവിടെ എന്ത് എഴുതി? 20ൻ്റെ സ്ക്വയർ 400 എന്ന് എഴുതി. അടുത്ത് ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ നമുക്ക് എക്സ് എടുത്ത് അതുപോലെ എഴുതി, 20² 20 എടുത്ത് എഴുതി. ഇവിടെ മൈനസ് ആണ്, ഇവിടെ എന്ത് വരും? മൈനസ് വരും. ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 64 എന്ന് കിട്ടും. ഇനി സ്ക്വയർ അപ്പുറത്ത് റൂട്ട് ആവത്തില്ലേ? അപ്പോൾ x - 20 ഈക്വൽ ടു റൂട്ട് 64 എന്ന് വരും. ദാറ്റ് ഈസ് x - 20 ഈക്വൽ ടു 8 എന്ന് കിട്ടും. x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 20 കിട്ടും, 28 എന്ന് കിട്ടും. x ഈക്വൽ ടു 28 മീറ്റർ എന്ന് കിട്ടി. അതായത് ആദ്യത്തെ കയറിൻ്റെ നീളം എന്നുള്ള 28 മീറ്റർ എന്ന് കിട്ടി. മറ്റേ കയറിൻ്റെ നീളം എന്തായിരിക്കും? 40 - 28 ദാറ്റ് ഈസ് 12 മീറ്റർ ആയിരിക്കും മറ്റേ കയറിൻ്റെ നീളമെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം. ഇത് 5 മാർക്കിന് പരീക്ഷ ചോദിച്ച ചോദ്യമായിരുന്നു. ഇത് അധികം ചിന്തിക്കാനൊന്നുമില്ല. തന്നേക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ ജസ്റ്റ് നല്ല വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇതിൻ്റെ ആൻസർ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 2018 ചോദ്യങ്ങളും കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ 200 സമവാക്യം എന്ന ചാപ്റ്ററിൻ്റെ 2018, 19, 20 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. വളരെ നല്ല ചോദ്യങ്ങളായിരുന്നു എല്ലാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ചോദ്യങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലോക്ക്ഡൗണിന് ശേഷം എക്സാം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് 4ാമത്തെ അധ്യായം പുസ്തകം എടുത്തിട്ട് ആദ്യം മുതൽ അത് വായിച്ചു പോവുക. വായിച്ചു പോകുമ്പോൾ അതിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ എക്സസൈസ് ഭംഗിയായിട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്ററിൻ്റെ റിവിഷനുമായി ഉടൻ കാണാം. ബൈ.